ദൈവനാമത്തിന് മഹത്വം. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യത്തിൽ ദൈവം മനുഷ്യന് കൊടുക്കുന്ന 5 അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് നിങ്ങൾ ഭൂമിയെ അടക്കുക, വാഴുക. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മറ്റ് ഭൂചര ജന്തുക്കളെക്കാൾ വളരെ വിശേഷതയോടെയാണ് ദൈവം അവരെ ജനിപ്പിച്ചത്. തൻ്റെ സ്വരൂപത്തിൽ അവരെ സൃഷ്ടിച്ചു. ദൈവം മനുഷ്യന് കൊടുത്ത ഒരു സവിശേഷകരമായ അധികാരമാണ് ഭൂമിയിൽ വാഴുക എന്നുള്ളത്. ആ ഭൂമിയിൽ വാഴുന്നതിൻ്റെ ആദ്യ ഘട്ടമായി മറ്റെല്ലാ ചരാചരങ്ങൾക്കും മനുഷ്യനാണ് പേരിട്ടത്. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം മനുഷ്യന് കൊടുത്ത അധികാരം മനുഷ്യനത് നഷ്ടപ്പെടുത്തുവാൻ ഇടയായി. പിന്നീട് ദൈവത്തിൻ്റെ വചനം നമ്മൾ പരിശോധിക്കുമ്പോൾ മനുഷ്യന് ലഭിച്ച ആ ഭൂമിയുടെ മേലുള്ള അധികാരം, ലോകത്തിൻ്റെ മേലുള്ള അധികാരം, അത് സാത്താന് ലഭിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. 2 കൊരിന്ത്യർ 4-ാമത്തെ അധ്യായം, 1 യോഹന്നാൻ 5-ാമത്തെ അധ്യായം തുടങ്ങിയ ഭാഗങ്ങളിൽ ഈ മുഴു ലോകവും സാത്താൻ്റെ അധീനതയിലാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ കാൽവറി ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യാഗമായപ്പോൾ ദൈവം തൻ്റെ പുത്രനിലൂടെ, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ലോകത്തിൻ്റെ മേൽ സാത്താന് ലഭിച്ച അധികാരത്തെ ജയിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. മത്തായി സുവിശേഷം 28-ാമത്തെ അധ്യായത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും. യേശു കർത്താവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അവകാശവാദമാണ്, സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ദൈവം തൻ്റെ രക്തത്താൽ സ്ഥാപിച്ച ഒരു വലിയ രാജ്യമാണ് ദൈവരാജ്യം എന്നുള്ളത്. അങ്ങനെയെങ്കിൽ ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ നഷ്ടപ്പെട്ട അധികാരം നാം ദൈവരാജ്യത്തിലായപ്പോൾ നമുക്ക് തിരികെ ലഭിക്കുന്നു. ദൈവത്തിൻ്റെ മക്കളാകുന്ന നാം സാധാരണക്കാരല്ല, ദൈവിക അധികാരമുള്ളവരാണ്, ദൈവിക അഭിഷേകമുള്ളവരാണ്. വാത്സല്യ സൗരസ്വരന്മാരെ, ഈ ലോകവും അതിൻ്റെ മോഹമൊക്കെ ഒഴിഞ്ഞു പോകും. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ജീവിക്കും. ഈ ലോകം അഴിവാനുള്ളതാണ്. എന്നാൽ അഴിയാത്ത, പാപമില്ലാത്ത, ദുഷ്ടൻ്റെ ആധിപത്യമില്ലാത്ത ഒരു നിത്യരാജ്യം, ഒരു വിശുദ്ധ രാജ്യം താമസമിന സ്ഥാപിക്കാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരഹായി നമുക്കൊരുങ്ങാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.